നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. മനവ് സുതാർ, യെസ്, ന്യൂ ചണ്ഡീഗഡിൽ അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ പൂർണ്ണമായും ഞെരിച്ചമർത്തി കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ചത് മനവ് സുതാർ എന്ന അരങ്ങേറ്റക്കാരനാണ്. അരങ്ങേറ്റത്തിൽ 5 വിക്കറ്റ് പ്രകടനമല്ല, 6 വിക്കറ്റ് പ്രകടനം. നമുക്കറിയാം, ഇപ്പോൾ അശ്വിൻ വിരമിച്ചു. അതുപോലെ ബാറ്റ് ചെയ്യാനും ബൗൾ ചെയ്യാനും കപ്പാസിറ്റിയുള്ള സ്പിന്നർ നമുക്ക് വേണ്ടതുണ്ട്. അത്തരമൊരു ഘട്ടത്തിലാണ് ഇങ്ങനെയുള്ളൊരു പെർഫോമൻസുമായിട്ട് മനവ് സുതാർ വരുന്നത്. ഇന്നലെ ആദ്യ ഓവർ തന്നെ വിക്കറ്റ് എടുത്തിരുന്നു. ഇന്ത്യക്ക് വേണ്ടി ആദ്യ ഓവർ തന്നെ ടെസ്റ്റിൽ വിക്കറ്റ് എടുക്കുന്നത് നമ്മുടെ ടിനോ യോഹന്നാന് ശേഷം ഇതാദ്യമായിട്ടാണ് ഒരാൾ. ഇപ്പോൾ 6 വിക്കറ്റും പിഴുതെടുത്തു. 152 റൺസിന് അഫ്ഗാനിസ്ഥാനെ ഓൾ ഔട്ടാക്കി. അവരുടെ രണ്ടാം ഇന്നിങ്സിൽ ഇപ്പോൾ അവർ 18 റൺസാണ് അടിച്ചിരിക്കുന്നത്. സ്റ്റിൽ അവർ 394 റൺസ് പുറകിലാണ്. 3-ാം ദിവസത്തെ കളിയുടെ ലഞ്ചിൻ്റെ സമയമാണിത്. ഇന്ന് തന്നെ കളി തീരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു എന്നർത്ഥം. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത നമ്മുടെ ടീം 8 വിക്കറ്റിന് 564 റൺസാണല്ലോ അടിച്ചിരുന്നത്. മറുപടി ബാറ്റിങ്ങിൽ അഫ്ഗാൻ്റെ ആദ്യ ഇന്നിങ്സ് വെറും 152 റൺസിന് അവസാനിച്ചു. അവിടെയാണ് മനവ് സുതാർ തൻ്റെ മികവ് കാണിച്ചത്. 22 ഓവറിൽ 33 റൺസിന് അവൻ 6 വിക്കറ്റ് എടുത്തു. പ്രസിദ്ധ് കൃഷ്ണ 3 വിക്കറ്റുകൾ എടുത്തപ്പോൾ വാഷിങ്ടൺ സുന്ദറാണ് 1 വിക്കറ്റ് എടുത്ത് ശേഷിക്കുന്ന വിക്കറ്റ് എടുത്തത്. അഫ്ഗാൻ്റെ ആദ്യ ഇന്നിങ്സിൽ എടുത്തു പറയാവുന്നൊരു പ്രകടനം റഹ്മത്ത് ഷായിൽ നിന്ന് മാത്രമാണ് വന്നത്. അദ്ദേഹം 135 പന്തുകൾ നേരിട്ട് 60 റൺസ് അടിച്ചു. ബാക്കി ആരും പറയപ്പെട്ട ഒരു അല്ലെങ്കിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു പ്രകടനം ബാറ്റ് കൊണ്ട് നടത്തിയിട്ടില്ല. ഓപ്പണർ അബ്ദുൽ മലിക് 16 റൺസുമായിട്ടും സദിഖുള്ള അത്തൽ 17 റൺസുമായിട്ടും മടങ്ങിയിരുന്നു. പിന്നെ റഹ്മാനുള്ള ഗുർബാസ് 12 റൺസ്, അഷ്മത്തുള്ള ഷഹീദി 20 റൺസ്. പിന്നെയുള്ള ബാറ്റർമാർ അഫ്സർ സസായി 3 റൺസ്, അസ്മത്തുള്ള ഒമർസായി, ഡക്ക്, ഷറഫുദ്ദീൻ അഷ്റഫ് 11, ഖരോട്ടെ 4 റൺസുമായിട്ട് പുറത്താകുന്നു, സലീം, ഡക്ക്, സിയാവുർ റഹ്മാൻ 6. ഇങ്ങനെ അവരുടെ ഇന്നിങ്സ് 58.4 ഓവറുകളിൽ അവസാനിക്കുകയായിരുന്നു. വെറും 152 റൺസ്. പിന്നെ സ്വാഭാവികമായിട്ടും ഫോളോ ഓണിൽ സംഭവിച്ചത് ഇപ്പോൾ അവരാകെ 4 ഓവറെ ബാറ്റ് ചെയ്തിട്ടുള്ളൂ. 18 റൺസുമായിട്ട് ക്രീസ് നിൽക്കുന്നു. സദിഖുള്ള അത്തൽ 12 പന്തുകളിൽ നിന്ന് 2 4 1 6 അടക്കം 16 റൺസ് അടിച്ച് നിൽക്കുന്നു. അബ്ദുൽ മലിക് 12 പന്തുകളിൽ നിന്ന് 2 റൺസുമായിട്ട് ക്രീസിലുണ്ട്. സുതാർ 2 ഓവർ ബൗൾ ചെയ്തിട്ടുണ്ട്. അപ്പം സുതാറിനാണ് ഇന്ത്യയെ ആ ഒരു ലീഡ് ചെയ്ത് ഗ്രൗണ്ടിൽ നിന്ന് കയറി പോയത്. അത് ഗില്ലിൻ്റെ ഒരു നല്ല നൈസ് ജസ്റ്ററാണ്. എന്തായാലും സുതാർ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.